വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി പോളയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് പോള ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് മൈദ മാവും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. ഇതിലേക്ക് ഒരു ചെറിയ മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ക്യാബേജും 1 കപ്പ് ക്യാരറ്റും 1 മീഡിയം സൈസ് തക്കാളി, 1 സവാള, 1 ക്യാപ്സിക്കം, 1 പിടി മല്ലിയില, ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട്. അത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഫ്രൈ ചെയ്ത് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചി കൊടുക്കാം. എന്നിട്ടത് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് ചിക്കനാകും ഇതുണ്ട്. ചിക്കൻ നന്നായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പോളയ്ക്ക് ഒരു ഷവർമയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പകുതി നമുക്ക് ഇതിന് മേലെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് പകുതി ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. എല്ലാ വശത്തുമായിട്ട് ഇട്ട് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്ത ശേഷം നമ്മുടെ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള ബാറ്റർ കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ വശത്തുമായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ക്യാപ്സിക്കം റൗണ്ടിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയും കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്.
ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ടിത് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു മൂടിയോ പഴയ ഫ്രൈ പാനോ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. പോള നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചോ കത്തി വെച്ചോ ഒന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിതിൻ്റെ മേൽഭാഗം ഒന്ന് മുരിച്ചെടുക്കണം. അതിനുവേണ്ടി വേറൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരെ വേണ്ടു. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇട്ടാൽ അത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.